Meet the editors. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് വന്നത് കോളേജിൽ പ്രാർത്ഥനാമുറി അനുവദിക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അധികൃതർ വ്യക്തമാക്കി. പെൺകുട്ടികൾക്ക് നമസ്കാരമുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കോളേജിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. വിദ്യാർത്ഥി സമരത്തിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കി SFIയും MSFും രംഗത്തെത്തി. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് തെറ്റുപറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി മഹല്ല് ഭാരവാഹികൾ കോളേജിലെത്തി ഖേദം പ്രകടിപ്പിച്ചു. കോളേജിലെ വിശ്രമമുറിയിലായിരുന്നു മുസ്ലിം പെൺകുട്ടികൾ ഇതുവരെ നമസ്കരിച്ചുകൊണ്ടിരുന്നത്. ഇതിന് വിലക്കേർപ്പെടുത്തിയതാണ് പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയത്. വിശ്രമമുറി അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു മുറി അനുവദിക്കണമെന്നായിരുന്നു കുട്ടികളുടെ ആവശ്യം. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്ന ആവശ്യവുമായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാലം അത്രയും പുലർത്തിപ്പോരുന്ന അതേ നയം തന്നെ തുടരുവാനും പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തത്. കോളേജിൻ്റെ 30 മീറ്റർ ദൂരത്തിൽ ഒരു മഹൽ അവർക്കുണ്ട്. അപ്പോൾ അവിടെ ഈ കുട്ടികൾ പോയിക്കൊണ്ടിരുന്നതാണ്. അവിടെ പോകാനായിട്ട് അവർക്ക് അവസരമുണ്ട്. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇത് പറഞ്ഞ് കുട്ടിയുടെ പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും പുറത്ത് വലിയ ബഹളമായി. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടു കാണും, ഇത്തരത്തിലൊരു പ്രശ്നമാണ് ഉണ്ടായത്. ഇതോടെയാണ് വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധിച്ചത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ചായിരുന്നു പ്രതിഷേധം. SFIയുടെയും MSFിന്റെയും പിന്തുണയോടെയുള്ള പ്രതിഷേധമെന്നായിരുന്നു പ്രചരണം. എന്നാൽ ഇരു സംഘടനകളും തങ്ങൾക്ക് സമരത്തിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രതിഷേധം വലിയ ചർച്ചയും വിവാദവുമായതോടെ പ്രദേശത്തെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ കോളേജിലെത്തി അധികൃതരോട് ഖേദം പ്രകടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് തെറ്റു സംഭവിച്ചുവെന്നും മഹല്ല് ഭാരവാഹികൾ പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികളുടെ മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദപ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത്. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ നടപടി കോളേജ് കമ്മിറ്റികളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റിപ്പോർട്ടർ, കൊച്ചി. വിവേകത്തോടെ കെടുത്തിയോ എന്നാണ് ചോദ്യം. അത്യന്തം സ്ഫോടനാത്മകമായൊരു സാഹചര്യത്തിലാണ് നമ്മുടെ സമൂഹം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്ത് സമൂഹത്തിൻ്റെ പൊതു അഭിപ്രായങ്ങളായി ചിലരെങ്കിലും ഇതിൽ തീ കത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിലാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യാൻ ഈ വിഷയം ഏറ്റെടുക്കാഞ്ഞത്. പക്ഷേ നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി ആ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പ്രേക്ഷകരോട് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, അല്ലേ? അപ്പോൾ സ്മൃതി, 2-3 പെൺകുട്ടികളെ ടൂളാക്കിക്കൊണ്ട് ഒരു വിഷയം ഉന്നയിച്ച് അതിനെ ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് ഇവിടെ വിവേകത്തോടു കൂടി തന്നെ കെടുത്തിരിക്കുന്നത്. നമ്മുടെ ടൈറ്റിൽ പോലെ തന്നെ അതിൽ മഹല്ല് കമ്മിറ്റിയുടെ ഇടപെടൽ പ്രധാനമാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ പ്രധാനമാണ്. ഇപ്പോൾ SFI ആയാലും KSU ആയാലും MSF ആയാലും ഇവർക്കൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടില്ല. ഇതിൽ നമുക്കറിയാം, ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ഈ മുസ്ലിങ്ങളുടെ നമസ്കാരത്തിന് അല്ലെങ്കിൽ അവരുടെ മതഘോഷയാത്രയ്ക്കൊക്കെ എങ്ങനെയൊക്കെ തടസ്സം നിൽക്കുന്നു എന്നുള്ളത് ഭൂരിപക്ഷ സമുദായം, അതുപോലെ തന്നെ അവരുടെ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ കടകൾക്ക് നേരെ ആക്രമണം നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ 5 നേരം മുസ്ലിം വിഭാഗം 5 നേരം നിസ്കരിക്കണോ എന്നുള്ള കാര്യമൊക്കെ അവരുടെ മത ആഖ്യാനകർക്ക് അവർക്ക് വിട്ടുകൊടുക്കാം. അതിനെ വ്യാഖ്യാനിക്കട്ടെ. 5 നേരം നിസ്കരിക്കേണ്ടതുണ്ടോ, പഠിക്കാൻ പോകുമ്പോൾ നിസ്കരിക്കേണ്ടതുണ്ടോ? അങ്ങനെ നിസ്കരിക്കേണ്ടതുണ്ടെങ്കിൽ, പെൺകുട്ടികൾക്ക് നിസ്കരിക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് പള്ളിയിൽ പോകാനുള്ള സൗകര്യമാണ് ഒരുക്കേണ്ടത്. മുസ്ലിം സ്ത്രീകളെ അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന ആരാണ്? മതയാഥാസ്ഥികരാണ്. അങ്ങനെയുള്ള മതയാഥാസ്ഥികരാണ് ഈ വിഷയത്തിന് പിന്നിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും കോളേജിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതൊരു വലിയ രീതിയിൽ ആളിക്കത്തിക്കാനുള്ള ശ്രമം നടന്നപ്പോൾ മറുവശത്ത് അതിനെ ഉപയോഗിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. ഇതൊരു മൊത്തം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന മട്ടിൽ അതിനെ ആളിക്കത്തിക്കാനുള്ള ശ്രമം മറുവശത്തും നടന്നിരുന്നു. ഇതെല്ലാം കൂടി കെടുത്തുന്ന ഒരു സമീപനം വളരെ വേഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പോസിറ്റീവായ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ആ വിദ്യാർത്ഥികൾക്കും ആ തിരിച്ചറിവ് വന്നിരിക്കാം. ഇപ്പോൾ
നമ്മൾ ഹിജാബ് ഇട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്നതിൻ്റെ അവകാശത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഹിജാബ് ഇടണോ, ഹിജാബിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നുള്ളത് വേറെ അവിടെ മാറ്റിവെച്ചിട്ട് ഹിജാബ് ഇട്ട് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ അവർക്കൊപ്പം നിന്നിട്ടുള്ളതാണ്. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്ന് അവിടെ നിസ്കരിക്കാനുള്ള സ്ഥലം ഒരുക്കണം എന്ന് പറയുന്നത് അത് പഠിക്കുക എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ടല്ല, അത് മറ്റു ചില ഉദ്ദേശങ്ങളുമായി വരുന്നവർക്ക് ടൂളായി നിന്നു. ആ പെൺകുട്ടികൾ സ്വമേധയാ അങ്ങനെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോയെന്ന് ഞാൻ കരുതുന്നില്ല. 2-3 കുട്ടികൾ മാത്രമാണ്. അവർക്കെതിരെ നടപടികൾ വേണമോ എന്നുള്ള കാര്യത്തിൽ കോളേജ് ഇനി ആലോചിക്കുന്നു പറയാം. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോവുകയല്ല, അത് പറഞ്ഞു മനസ്സിലാക്കിയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ മഹല്ല് കമ്മിറ്റി അടക്കം ഇതിൽ ഇടപെട്ട് ഒരു ഖേദപ്രകടനം നടക്കുക, അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പ്രതികരിച്ച സാഹചര്യത്തിൽ വിവേകത്തോടു കൂടി തന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെ പ്രതികരിക്കുന്നു. മാത്രമല്ല ഇത്തരം പ്രവണതകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമല്ല അതിശക്തമായി അതിനോട് പ്രതികരിക്കുകയും വേണം. അത് ഏത് ഭാഗത്തു നിന്ന് വന്നാലും അപ്പുറത്തും അതിനെ ഉപയോഗിക്കാനുള്ള സാഹചര്യം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതിനെ തടയേണ്ടതുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ എനിക്ക് 3 ടേക്കുകളാണുള്ളത്. ഒന്ന്, ഞാനിതിൽ അഭിനന്ദിക്കുന്നത് കോളേജ് അധികൃതരെയും ഒപ്പം തന്നെ ഈ വിഷയം വിവേകത്തോടു കൂടി കെടുത്താൻ മുന്നിട്ടിറങ്ങിയ മഹല്ല് കമ്മിറ്റികളെയും ഒപ്പം ഈ വിഷയം ആളിക്കത്തിക്കാതെ അതിനെ സംയമനത്തോടെ നേരിട്ട ആ കോളേജിലെ MSF, SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളെയുമാണ്. ഈ 3 പേരും ആ അർത്ഥത്തിൽ ഒരിക്കൽ കൂടി ഒരു വലിയ സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിന് തീ കൊളുത്താതെ കാത്തു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെ ആവേശപൂർവ്വം ഞാൻ പറയുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ടേക്ക്, ഇതിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ഒരു കോളേജിൻ്റെ ആഭ്യന്തര പ്രശ്നം മാത്രമായിരുന്നൊരു വിഷയത്തെ ആളിക്കത്തിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ഒരു ഇരവാദം ഉന്നയിച്ച് വേട്ടയ്ക്കിറങ്ങാൻ കാത്തുനിന്ന ഒരു വിഭാഗമുണ്ട് എന്ന് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ സംഭവം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും ഇരവാദത്തെ ഉപയോഗപ്പെടുത്തി ദുരുപയോഗം ചെയ്ത് വേട്ടക്കാരൻ്റെ ചൂണ്ടയായി മാറ്റുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് ഇത്തരം വിഷയങ്ങളിലെല്ലാം. ആ വിദ്യാർത്ഥിനികൾക്ക് തൊട്ടടുത്ത 2 മഹല്ലുകൾ ഉണ്ടായിരിക്കെ അവിടെ പോയി നിസ്കരിക്കാൻ സാഹചര്യം ഒരുക്കാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആവശ്യം ആ വിദ്യാർത്ഥിനികൾ വന്ന് പറയുമ്പോൾ അത് കോളേജ് നിരസിക്കുമ്പോൾ അത് പുറത്തെ ഒരു സമൂഹം പ്രതിഷേധത്തിന് ഏറ്റെടുത്തത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ആ വിദ്യാർത്ഥിനികളുടേത് ആ കോളേജുമായി ബന്ധപ്പെട്ട കോളേജ് അധികൃതരോട് അവർക്ക് ആവശ്യപ്പെടാം, അത് കോളേജ് അധികൃതർക്ക് അത് നിഷേധിക്കാം, അതവിടെ അവസാനിക്കേണ്ട വിഷയമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അതിനെ കോളേജിൻ്റെ വാതിൽക്കലിനും മതിലിനും അപ്പുറത്തേക്ക് ഒരു പ്രതിഷേധ വിഷയമാക്കി എടുക്കാൻ തക്കം പാത്തു നിന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ വേണം എന്നാണ് നമ്മൾ പറയുന്നത്. ആ വിവേകം കാണിച്ചത് മഹല്ല് കമ്മിറ്റിയാണ്. അവർ എത്തി കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു. അവർ പറയുന്ന വിശദീകരണം തന്നെ വളരെ കൗതുകകരമായൊരു വിശദീകരണമാണ്. അതായത് ഒരു സ്വകാര്യ ഇടത്തിൽ അവരുടെ അനുവാദമില്ലാതെ ഇത്തരം പ്രാർത്ഥനകൾ ചെയ്യാൻ ഇസ്ലാം മതം തന്നെ അനുവദിക്കുന്നില്ല. അത് സ്വാഭാവികമായി അറിയണം. അതൊരു എയ്ഡഡ് കോളേജാണ്. എയ്ഡഡ് കോളേജും ഗവൺമെൻറ് കോളേജും തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. എയ്ഡഡ് കോളേജിൽ അവർ ഏതെങ്കിലും മതസ്ഥാപനത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ മറ്റാരെയും നിർബന്ധിക്കാതെ അവർക്ക് മതപരമായ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം കൂടി ആർട്ടിക്കിൾ 28 കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലെ മതവിശ്വാസികൾക്ക് നിസ്കരിക്കാനൊരിടം നൽകണം എന്നുള്ള വാദം നിലനിൽക്കുന്നതല്ല. അത് വളരെ വിവേകത്തോടു കൂടി ഈ 3 വിഭാഗത്തിലുള്ളവരും വിദ്യാർത്ഥികൾ ഒപ്പം അധികൃതർ മഹല്ല് കമ്മിറ്റി അത് വളരെ സംയമനത്തോടു കൂടി തന്നെ വിവേകത്തോട് കെടുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, നേരത്തെ പറഞ്ഞതുപോലെ ഇരവാദമുന്നയിച്ച് വേട്ടയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്ന ഒരു കൂട്ടർ നമുക്കിടയിലുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഇത് ഓർമ്മപ്പെടുത്തുന്നു. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പറയാനുള്ളത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പ്രാർത്ഥനകൾ വേണമോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഇന്ന് പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളാണ് ഈ കലാലയത്തിൻ്റെ ഗേറ്റിൽ കൊത്തിവെച്ചിരിക്കുന്നത് എന്നാണ്, അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ഇതേ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51AH പ്രകാരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നത് നമ്മൾ ഒരു പൗരൻ്റെ കടമയായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഒരു പൗരൻ്റെ കടമയായി ആർട്ടിക്കിൾ 51AH പറയുന്നത്, നിങ്ങൾ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശാസ്ത്രീയമായ മനോവൃത്തി, മാനവികത, അന്വേഷണത്വര, പരിഷ്കരണക്ഷമത ഇത് വളർത്തുന്ന ഇടങ്ങളായി മാറണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവിടെ എങ്ങനെയാണ് ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ക്ലാസ് തുടങ്ങുകയും ആ പ്രാർത്ഥനയെ നിരാകരിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള യുക്തികൾ നിങ്ങൾ പഠിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ ഞാൻ പറയാറുള്ളത് ഇങ്ങനെയാണ്: നിങ്ങൾ ക്ലാസ്സിന് പുറത്ത് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് ചൊല്ലുകയും ക്ലാസ്സിനുള്ളിൽ നിങ്ങൾ പരിണാമ സിദ്ധാന്തം പഠിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ അണിയിച്ചൊരുക്കി ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ലേ എന്ന് ഫിസിക്സ് സാർ പറയുകയും ചെയ്യുമ്പോൾ ഈ കുട്ടി യഥാർത്ഥത്തിൽ കൺഫ്യൂഷൻ ആവുകയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ക്ലാസ്സിന് പുറത്ത് നിങ്ങൾ പഠിക്കുന്ന പ്രാർത്ഥനയുടെ സബ് ടെക്സ്റ്റ് ആരോ സൃഷ്ടിച്ചതാണെന്നുള്ള ക്രിയേറ്റീവ് വാദത്തിലേക്ക് പോവുകയും ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനിലേക്ക് പോവുകയും ക്ലാസ് മുറിക്കുള്ളിൽ നിന്നുകൊണ്ട് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് കുട്ടി പഠിക്കുകയും 10ാം ക്ലാസ്സിൽ ആ കുട്ടി പ്രാർത്ഥിച്ചതിന് വിരുദ്ധമായി പാഠപുസ്തകത്തിൽ എഴുതുകയും പിന്നീട് വീണ്ടും ആ
കുട്ടി പ്രാർത്ഥിച്ചതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വളരെ ഇന്ന് വരെ വിശദീകരിക്കാൻ കഴിയാത്ത ഒരാശയക്കുഴപ്പം അവിടെയുണ്ട്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് അവരവരുടെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള അവരവരുടെ സ്വകാര്യ ഇടങ്ങളിൽ അവരുടെ ആത്മസംതൃപ്തിക്ക് അവരുടെ ഒരുപക്ഷെ ചില മതങ്ങളിലെങ്കിലും അതൊരു സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണെങ്കിൽ അത് അവരുടെ തികച്ചും സ്വകാര്യ ഇടങ്ങളിൽ അനുഷ്ഠിക്കേണ്ട കർമ്മമാണ്. അതിനുവേണ്ടിയല്ല നമ്മൾ കലാലയങ്ങളിൽ പോകുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A അനുസരിച്ച് ശാസ്ത്രീയമായ മനോവൃത്തി പുലർത്തുക എന്നതാണ് പ്രധാനം. ഇനി അതിനും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഒരു സമൂഹത്തിൻ്റെ ടോളറൻസിൻ്റെ ലെവൽ കൂടിയാണ് എന്നതുകൂടി ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. കാരണം ആ വിശ്രമമുറിയിൽ അതുവരെ പ്രാർത്ഥിച്ചിരുന്നവർ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമായി നിൽക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. അവരൊരു പരാതി ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മറ്റൊരാളെ അനുവദിക്കുന്നത് വരെ നിങ്ങളെ സംബന്ധിച്ചത് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സ്വാതന്ത്ര്യമൊന്നുമല്ല. അത് ഒരാളുടെ അവകാശത്തെ ഹനിക്കുന്നത് എപ്പോഴാണ്? അവരെപ്പോഴെങ്കിലും ഒരു പരാതി ഉന്നയിച്ചാൽ നിങ്ങളുടെ വിശ്രമ സ്ഥലം എന്ന് പറയുന്നത് മറ്റു ചില ആവശ്യങ്ങൾക്കുള്ളതാണ്. അവിടെ എല്ലാവർക്കും വരണം. അതൊരു പ്രാർത്ഥനയുടെ ഇടം മാത്രമല്ല, എല്ലാം കൂടി ഒരുമിച്ച് പോകുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ വിഷയം രമ്യമായി പരിഹരിച്ചതിന് വിവേകത്തോടെ കെടുത്താൻ മുന്നിട്ടിറങ്ങിയവർക്കുള്ള ഒരു ബിഗ് സല്യൂട്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. തീർച്ചയായിട്ടും വിവേകത്തോടെ കെടുത്തി എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഉണ്ണിബാലകൃഷ്ണൻ, നോക്കൂ, ഇതൊരു അനാവശ്യമായ വിവാദമായി പോയി എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്. കാരണം ഏറെക്കുറെ സമാനമായൊരു സംഭവം കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഏതാനും മുസ്ലിം വിദ്യാർത്ഥിനികൾ ശസ്ത്രക്രിയ നടത്തുന്ന ഹാളിൽ ഹിജാബ് ധരിക്കാൻ, ശിരോവസ്ത്രം ധരിക്കാൻ അവസരം നൽകണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രിൻസിപ്പലിന് കത്ത് കൊടുത്ത സംഭവമാണ്. അത് വലിയ വിവാദമാകാതെ വളരെ രമ്യമായി നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. അപ്പം അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും മറ്റൊരു വിദ്യാഭ്യാസ സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു ആവശ്യവും ഉന്നയിച്ച് പിന്നീട് അതൊരു വിവാദത്തിലേക്ക് നയിക്കാൻ പാകത്തിലുള്ള സാഹചര്യം ഒരുക്കിയതാരാണെങ്കിലും അവരൊരു തെറ്റായ പ്രവൃത്തി ചെയ്തു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നോക്കൂ, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ബഹുമത സമൂഹമാണ്, എല്ലാ മതസ്ഥരുമുള്ള സമൂഹമാണ്, ബഹുസ്വര സമൂഹമാണ്. ഇവിടെ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളാണുള്ളത്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ഒരു കളിസ്ഥലമായാലും ഒരു പബ്ലിക് ഓഫീസായാലും ഒരു പൊതുഗതാഗത സംവിധാനമായാലും നടുറോഡായാലും ഒരു മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല ഇതൊക്കെ ഉപയോഗിക്കുന്നത്. എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ പരസ്പര ബഹുമാനത്തോടുകൂടി എന്താ പറയുക, നമ്മളുടെ പരിമിതികളെ ബോധ്യപ്പെട്ടുകൊണ്ട് പരസ്പര ബഹുമാനത്തോടുകൂടി എല്ലാവരും പുലർന്നു പോകണം. ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസികൾ മാത്രമല്ല, അവിശ്വാസികളും ഉണ്ട് കേട്ടോ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ദൈവവിശ്വാസികൾക്കും ഒക്കെ ഒരേപോലെ പുലർന്നു പോകാൻ കഴിയുന്ന ഒരു സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത്. ആ സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷത്തെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇത്തരം പൊതു ഇടങ്ങളിൽ നമ്മൾ ഉന്നയിക്കുന്ന അവകാശങ്ങൾക്ക് എത്രമാത്രം യുക്തിഭദ്രതയുണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ ജനാധിപത്യത്തിൻ്റെ മുഴുവൻ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അല്ലേ? അപ്പോൾ പിന്നെ ആ ജനാധിപത്യം നമ്മളിൽ ഏൽപ്പിക്കുന്ന ചില ഉത്തരവാദിത്വങ്ങൾ കൂടിയുണ്ട്. അത് നിർവഹിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ജനാധിപത്യത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും എന്നാൽ യാഥാസ്ഥിതികമായി തന്നെ തങ്ങളുടെ അവകാശങ്ങളെ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ശരിയായൊരു രീതിയല്ല എന്ന് മാത്രവുമല്ല, അതിൻ്റെ മറ്റൊരു വശം കൂടി പറഞ്ഞാൽ ഇത് അവസാനിപ്പിച്ചേക്കാം. ഈ ആട്ടിൻകുട്ടികൾ തമ്മിൽ അടിക്കുമ്പോൾ രക്തം കുടിക്കാനിരിക്കുന്ന ചെന്നായെക്കുറിച്ചുള്ള പാഠം പഠിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുകയോ ചെയ്തിട്ടുള്ള ആളാണല്ലോ നമ്മൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായാൽ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തി ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അതിനെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഫോഴ്സസ് സമൂഹത്തിൽ ഇങ്ങനെ കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ആർക്കാണ് യഥാർത്ഥത്തിൽ ഗുണപ്രദമാകുന്ന ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു കൊടുക്കുന്നതെന്ന് കൂടി സ്വയം വിലയിരുത്തുകയും സ്വയം വിമർശനപരമായി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ഉള്ള അവസരങ്ങൾ മുതലാക്കാൻ നിൽക്കുന്നവർക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ കയ്യിൽ ആയുധം കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി നടത്താതിരിക്കുന്നതാണ് ബുദ്ധി. ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇനിയും വീണ്ടും ഇത്തരത്തിലുള്ള അവസരങ്ങളെ വളരെ ശക്തമായി തന്നെ ഉപയോഗിക്കും. അത് ആർക്ക് ഗുണകരമാകും ആർക്ക് ദോഷമാകും എന്ന കാര്യം സ്വയം വിമർശനപരമായി ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിവേകത്തോടെ കെടുത്തിയോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് 3 പേരുടെയും അഭിപ്രായം. Meet the editors.